ചെന്നൈയിലെ ഒരു കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് ഒരു വിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിനിരയായ സംഭവം ഇന്ന് ഇന്ത്യ മുഴുവനും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കേസിൽ പിടിയിലായ പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ ഭരണകൂടത്തെയും പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നു. ആ സംഭവം നടന്നതെങ്ങനെ? മണിക്കൂറുകൾക്കകം പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് എന്ത്? പോലീസിനെ ഞെട്ടിച്ച പ്രതിയുടെ വെളിപ്പെടുത്തലുകൾ എന്തായിരുന്നു? ഈ സംഭവം തമിഴ്നാട് രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കാൻ കാരണമെന്ത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തേക്കൂ. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ യുവതി ലൈംഗിക പീഡനത്തിനിരയായി ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിനു ശേഷം രാജ്യത്ത് മറ്റൊരു ലൈംഗിക പീഡനം കൂടെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നു. അന്ന് കൊൽക്കത്ത ആയിരുന്നുവെങ്കിൽ ഇന്ന് ചെന്നൈയിൽ. ഈ സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ പലതുമുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികൾ. അതുതന്നെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം എന്ത് എന്ന് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. സ്ഥലം ചെന്നൈ നഗരത്തിലെ പ്രശസ്തമായ അണ്ണാ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസ്. സമയം രാത്രി 8 മണി. ആ കോളേജിൽ 2ാം വർഷ ബിരുദത്തിന് പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, ഒരു പെൺകുട്ടിയും ഒരു പയ്യനും. അവർ ക്യാമ്പസിന്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് വരുന്ന ഒരു ആജാനുബാഹുവായ മനുഷ്യൻ ക്യാമ്പസിലെ ആളൊഴിഞ്ഞ ഭാഗത്ത് ഒരു പെൺകുട്ടിയും പയ്യനും തനിച്ചിരിക്കുന്നത് കണ്ടിട്ട് തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അവരെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ആ വിദ്യാർത്ഥികളെ സമീപിച്ച് അയാൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച അവരുടെ ദൃശ്യങ്ങൾ കോളേജ് പ്രിൻസിപ്പലിനെ കാണിച്ച് അവിടുത്തെ പഠനം മുടക്കിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം പെൺകുട്ടിയുടെ ID കാർഡിൽ ഉണ്ടായിരുന്ന വീട്ടിലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കുകയും തന്റെ കയ്യിലുള്ള ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും എന്നും പറയുന്നു. സ്വാഭാവികമായും ഭയന്ന കുട്ടികൾ കരഞ്ഞ് കാലുപിടിച്ചിട്ടും അയാൾ പിന്മാറിയില്ല. അങ്ങനെ ചെയ്യാതിരിക്കുന്നതിനായി അയാൾ ആവശ്യപ്പെട്ടത് പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കണം എന്നായിരുന്നു. കുട്ടികളുടെ അപേക്ഷകൾക്കൊന്നും ചെവി കൊടുക്കാത്ത അയാൾ ആ പയ്യനെ ദേഹോപദ്രവമേൽപ്പിച്ച് അവിടെ നിന്നും തുരത്തുന്നു. പിന്നെ പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെ ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള മറ്റൊരിടത്ത് എത്തിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. എല്ലാം കഴിഞ്ഞ് അയാൾ അയാളുടെ വഴിയെ പോവുകയും ചെയ്തു. ശാരീരികമായും മാനസികമായും തകർന്ന പെൺകുട്ടി തിരികെ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങൾ വീട്ടിൽ അറിയിക്കണമോ വേണ്ടയോ എന്ന ധർമ്മസങ്കടത്തിലായിരുന്നു അവൾ. സംഭവം വീട്ടിലറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ചോർത്ത് അവൾ ഭയന്നു. പക്ഷേ തനിക്ക് മുമ്പിൽ മറ്റു വഴികളില്ലാതെ അവൾ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. പക്ഷേ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ മകളെ ചേർത്തുപിടിച്ചു. മകൾക്ക് ഉണ്ടായിരിക്കുന്ന കഠിനമായ വിഷമസന്ധിയിൽ അവർ കൂടെ നിന്നു. പിന്നെ അവർ മകളെയും കൂട്ടി പോലീസിൽ പരാതി നൽകി. പോലീസാകട്ടെ വാക്കുകൾ കൊണ്ട് ആ പെൺകുട്ടിയെ പിന്നെയും പീഡനത്തിനിരയാക്കാതെ അവളെ ആശുപത്രിയിലേക്ക് അയച്ചു. അതുകഴിഞ്ഞ് 3 സ്പെഷ്യൽ ടീമുകൾ രൂപീകരിച്ച് പ്രതിക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തി. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആ ക്യാമ്പസിനുള്ളിൽ വെച്ച് ആ കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിയെ ദാരുണമായി പീഡനത്തിനിരയാക്കിയ ആ വ്യക്തി ആരായിരിക്കും? ഇരയായ പെൺകുട്ടിയുടെയും സുഹൃത്തിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലും മൊബൈൽ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും കോളേജ് ക്യാമ്പസിന് പുറത്ത് ബിരിയാണിക്കട നടത്തുന്ന ജ്ഞാനശേഖരൻ എന്ന 37 വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ അയാൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. കൃത്യം നടന്ന സമയത്ത് പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് പെൺകുട്ടിയിൽ നിന്നും മനസ്സിലാക്കിയ പോലീസ് അത് കണ്ടെടുക്കുന്നതിനായി പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്തു. എന്നാൽ മറച്ചുവെച്ചിരുന്ന ഒരു നീല ടീഷർട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പ്രതിയുടെ സഹോദരൻ തന്നെ വീട്ടിനുള്ളിൽ നിന്നും കണ്ടെടുത്ത് പോലീസിനെ ഏൽപ്പിക്കുന്നു. ആ വസ്ത്രവും പിന്നെ പ്രതിയുടെ ചിത്രവും ആശുപത്രിയിൽ ഉള്ള പെൺകുട്ടി തിരിച്ചറിഞ്ഞതോടെ കൃത്യം നടത്തിയത് ജ്ഞാനശേഖരനാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. കാരണം ഇപ്പോൾ പീഡനത്തിനിരയായ പെൺകുട്ടിയുടേതുപോലെ നിരവധി പെൺകുട്ടികളുടെ വീഡിയോകൾ അതിലുണ്ടായിരുന്നു. അതിൽ നിന്നും ഇത് പ്രതിയുടെ പതിവ് പരിപാടിയാണ് എന്ന് പോലീസ് മനസ്സിലാക്കി. ഇനി തനി പോലീസ് മുറയിലുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി എങ്ങനെയാണ് ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ച് കൃത്യം നടത്തിയത് എന്നത് പ്രതിയുടെ തന്നെ വാക്കുകളിൽ ഇപ്രകാരമായിരുന്നു. ക്യാമ്പസിന് പുറത്ത് ബിരിയാണിക്കട നടത്തുന്ന ജ്ഞാനശേഖരന് 3 ഭാര്യമാരാണ്. അതിലൊരാൾ ഈ ക്യാമ്പസിൽ കരാർ അടിസ്ഥാനത്തിൽ ശുചീകരണ തൊഴിലാളിയായോ മറ്റോ ജോലി ചെയ്യുകയാണ്. അവരെ കാണുന്നതിനായി ഇയാൾ ക്യാമ്പസിൽ വരാറുണ്ട്. അതേസമയത്തിൽ വളരെ പഴക്കമുള്ള ഈ ക്യാമ്പസിന് ചുറ്റിലും ധാരാളം സ്ഥലം കാടുപിടിച്ചു കിടപ്പുണ്ട്. അവിടെയുള്ള മരത്തണലുകളിലും മറ്റും ആ കോളേജിലെ തന്നെ വിദ്യാർത്ഥികളായ കമിതാക്കൾ പ്രേമസല്ലാപങ്ങളുമായി ഒക്കെ ഇരിക്കാറുള്ളത് പതിവാണ്. ഈ ദൃശ്യങ്ങൾ മറഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ പകർത്തി അത് കുട്ടികളെ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പറഞ്ഞ ജ്ഞാനശേഖരന്റെ രീതി.
പഠിക്കുന്ന കുട്ടികളായിരുന്നതിനാലും അവരുടെ രഹസ്യ പ്രണയബന്ധങ്ങളും മറ്റും കോളേജ് അധികൃതരോ വീട്ടിലോ അറിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഭയന്നും അവർക്ക് ഇയാളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമായിരുന്നു. പീഡനത്തിന് ഇരയായ ശേഷവും അപമാനം ഭയന്ന് ആ കാര്യങ്ങളൊന്നും പുറത്തു പറഞ്ഞിരുന്നുമില്ല. പെൺകുട്ടികളുടെ ഈ സാഹചര്യങ്ങളാണ് ഇയാൾ മുതലെടുത്തത്. ഈ രീതിയിൽ തന്നെയാണ് നിലവിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയെയും ഇയാൾ വീഴ്ത്തിയത്. എന്നാൽ പതിവിന് വിപരീതമായി ഈ പെൺകുട്ടി സംഭവം വീട്ടിൽ അറിയിക്കുകയും അതിനോടൊപ്പം പോലീസിൽ പരാതി നൽകുകയും ചെയ്തതോടെയാണ് ഇയാൾ പിടിയിലായത്. എന്തായാലും സംഭവം ഇപ്പോൾ ചെന്നൈ നഗരത്തെ ഇളക്കിമറിച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങളിലേക്കൊക്കെ നയിച്ച സർക്കാരിൻ്റെയും കോളേജ് അധികൃതരുടെയും അലംഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനൊപ്പം പിടിയിലായ പ്രതി ജ്ഞാനശേഖരൻ ഭരണകക്ഷിയായ DMK-യുടെ അനുഭാവിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് എന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികളും സംഭവത്തെ രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പെൺകുട്ടിയെ മറ്റാർക്കോ കാഴ്ചവെക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നതായി ഉള്ള ആരോപണങ്ങളും കേൾക്കുന്നുണ്ട്. നിലവിൽ പ്രതി ജ്ഞാനശേഖരൻ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞ അവസ്ഥയിൽ റിമാൻഡിലാണ്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ് പരിക്കേറ്റതാണ് എന്നുള്ളതാണ് പോലീസ് ഭാഷ്യം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതെന്തായാലും കുട്ടികളുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്ന വീഴ്ചകളും കോളേജും പരിസരങ്ങളും സംരക്ഷിക്കുന്നതിൽ കോളേജ് അധികൃതർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും സംഭവിച്ചിട്ടുള്ള വീഴ്ചകളുമൊക്കെ ഇവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറെയുണ്ട്. ഒപ്പം സമൂഹത്തിനും. പ്രണയിക്കാനുള്ള സൗകര്യത്തിനായി സ്വകാര്യത തേടി ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ തങ്ങൾ ആരുടെയൊക്കെയോ നിരീക്ഷണത്തിൽ ആയിരിക്കാമെന്നും ഏതു നിമിഷവും മനുഷ്യരൂപം അണിഞ്ഞ ഒരു മൃഗം തങ്ങൾക്കു നേരെ ചാടി വീഴാമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആരോ ഒരാൾ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തി അതു കാണിച്ച് ഭീഷണിപ്പെടുത്തിയാൽ തന്നെ അതിൽ ഭയപ്പെടേണ്ട കാര്യമെന്താണ്? പീഡനത്തിന് ഇരയായ ശേഷം പോലീസിൽ പരാതിപ്പെടാമെങ്കിൽ അത് അതിനു മുമ്പ് തന്നെ ആകാമായിരുന്നില്ലേ? നമ്മൾ നൽകുന്ന വിവരങ്ങൾ വെച്ചുതന്നെ ഇത്തരക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിക്കും. വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ ഇത്തരം പ്രണയബന്ധങ്ങളൊക്കെ സാധാരണമാണ്. സമൂഹത്തിന് അത്തരം ബന്ധങ്ങളെ ഒരു സ്വാഭാവിക പ്രക്രിയയായി കാണാൻ സാധിച്ചാൽ ഈ കേസിലെ പ്രതിയായ ജ്ഞാനശേഖരനെ പോലെയുള്ളവർക്ക് എങ്ങനെയാണ് അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കുക? സമൂഹം സ്വയം ഒരു മാറ്റത്തിന് വിധേയമായാൽ അത് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകൾ കുറച്ചേക്കാം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നവും കൂടെ ഉടലെടുത്തിരിക്കുകയാണ്. പീഡനത്തിനിരയായ വ്യക്തിയുടെ പേരോ മറ്റു വിവരങ്ങളോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എന്നാൽ ഇവിടെ കേസുമായി ബന്ധപ്പെട്ട FIR-ന്റെ കോപ്പി ലീക്കായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുവഴി പെൺകുട്ടിയുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എല്ലാവരും അറിയുന്ന അവസ്ഥയിലാണ്. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയായി പറഞ്ഞ് ആ പേരിൽ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതും പീഡനത്തിനിരയായ പെൺകുട്ടിയോട് സമൂഹം കാണിക്കുന്ന അനീതിയാണ്. ഇതുപോലുള്ള ജ്ഞാനശേഖരന്മാർ എല്ലായിടങ്ങളിലും എപ്പോഴും തക്കം പാർത്തിരിപ്പുണ്ട്. പക്ഷേ സമൂഹം ഒരു മാറ്റത്തിന് വിധേയമായാൽ അത്തരക്കാർക്ക് കടിഞ്ഞാനിടാൻ നമുക്ക് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.